ഹലോ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി സായിബ്രോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബനിയാറ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാഠ്മണ്ഡുവിൽ നിന്ന് കാഠ്മണ്ഡു മെയിൻ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ നിന്നൊരു 2 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു ഹോട്ടല് എനിക്ക് മുന്നേ കുറേ ആളുകൾ പരിചയപ്പെടുത്തിയ ഒരു ഹോട്ടലാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഹോട്ടല് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും അതുപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറും കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഹോട്ടൽ നിങ്ങൾക്ക് വീണ്ടും പരിചയപ്പെടുത്തുന്നത്. ഒരു 20 ദിവസമായിട്ട് ഞാനിവിടെ താമസിക്കുകയാണ്. കാഠ്മണ്ഡുവിൽ വന്നിട്ട് ഇത്രയും മനോഹരമായിട്ട് താമസിക്കാനും അതുപോലെ തന്നെ അവരുടെ ഒരു ആതിഥ്യ മര്യാദ സ്വീകരിക്കാനും കഴിഞ്ഞതിൽ എപ്പോഴും നന്ദിയുള്ള ഒരാളായിട്ട് ഞാൻ മാറിയിരിക്കുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇത്രയും ദിവസം ഞാനിവിടെ താമസിച്ച് ആ ഒരു അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ ഇവിടെ ഉണ്ട്. അദ്ദേഹം നമ്മളോട് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. Namaste, my name is Sudan Dhagal. I'm the manager of Sara Backpacker Hotel, and you are welcome to any time to this place. It's like a family environment, and we'll try to make you comfortable as like a home. Definitely you'll feel like a home. This is not it's like a social, we'll behave and we'll care you every moment. So finally, I would like to again to request, welcome to Sara Backpacker. Thank you. ശരിക്കും എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. നേപ്പാളിൽ വരുമ്പോൾ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ നേപ്പാളിൽ വരുന്നത്. നേപ്പാളിലെ ആളുകളുടെ സ്വഭാവം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് എന്നൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോൾ. ശരിക്കും ഈ ഒരു ഹോട്ടൽ മാത്രമല്ല, ഇവിടുത്തെ മൊത്തത്തിലുള്ള ആളുകളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ നമ്മുടെ ഒരു കാര്യത്തിലും അവർ നമ്മളെ കൂടുതൽ ശല്യം ചെയ്യുകയും അങ്ങനെ ഒരു കാര്യമില്ല. നമ്മളെ കെയർ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ നമ്മളെ കെയർ ചെയ്യുന്ന ആളുകളാണ് ഈ നേപ്പാളിലുള്ള ആളുകളെന്ന് ഞാനിവിടെ വന്ന് മനസ്സിലാക്കിയ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് ഇവിടുത്തെ റൂംസൊക്കെ. ആ റൂമിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നല്ല റൂമുകളാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ബാത്റൂം എല്ലാം അടിപൊളിയാണ്. നീറ്റായിട്ട് എല്ലാ സമയവും നീറ്റായിട്ട് ഇടുന്ന, അവരെ വൃത്തിയാക്കി ഇടുന്ന ആളുകൾ തന്നെയാണ്. ഡെയിലി വന്നിട്ട് ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. റൂംസ് ആയാലും അതുപോലെ തന്നെ ബാത്റൂം ആയാലും നല്ല വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടൽ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അവർക്കുള്ള റേറ്റിങ്സ് എന്ന് പറയുന്നത് വളരെ വലിയതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ പെരുമാറ്റവും അതുപോലെ തന്നെ അവർ അത് നീറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ വൈഫുമാണ് ഇതിൻ്റെ ഓണേഴ്സ്. അപ്പം അവരുടെ ഭാഗത്ത് നിന്ന് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഒപ്പം തന്നെ മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന, നമ്മുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാക്കി അതിന് പെരുമാറുന്ന, അതിനോടനുബന്ധിച്ച് പെരുമാറുന്ന ഒരു ഫാമിലി. നമുക്കൊരിക്കലും നമ്മുടെ വീട് വിട്ട് നിൽക്കുക എന്ന് ഒരിക്കലും തോന്നുകയില്ല. ഞാനിവിടെ എത്തിയിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്ങും ഉണ്ടായിട്ടില്ല. വീട് വിട്ട് നിൽക്കുന്ന ഒരു ഫീലായിട്ട് തോന്നിയിട്ടില്ല. കാരണം അവർ ഡെയിലി നമ്മളെ വന്ന് കാണുകയും നമ്മളോട് സംസാരിക്കുകയും അവരിൽ ഒരു കുടുംബത്തെ പോലെ നമ്മളോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു ഫാമിലി. ആ ഫാമിലിക്കൊപ്പം നിൽക്കുന്ന സ്റ്റാഫുകൾ, ആ സ്റ്റാഫുകളുടെ പെരുമാറ്റവും തികച്ചും വിഭിന്നമല്ല. അവരും ശരിക്കും നമ്മളെ അത്രത്തോളം സ്നേഹിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും അത് ഷെയർ ചെയ്യാൻ നമുക്ക് തോന്നുന്ന ആളുകളാണ് ഈ ഒരു ഹോട്ടലിലുള്ള ആ ഫാമിലിയും അവരുടെ സ്റ്റാഫും. നമ്മൾ ഫാമിലിയായിട്ടും അല്ലാതെയും, ഫാമിലിയായിട്ടാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം അവരുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ
എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ആ ഒരു 5 മിനിറ്റിനുള്ളിൽ അവർക്ക് പരിഹരിക്കാൻ പറ്റാവുന്നതാണെങ്കിൽ അവർ പരിഹരിച്ച് തരും. അതല്ലെങ്കിൽ അവർ നമുക്ക് റൂം ചേഞ്ച് ആക്കി തരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു പെരുമാറ്റം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കാരണം വേറെ ഒന്നല്ല, ഞാൻ കാഠ്മണ്ഡുവിൽ വന്നിട്ട് വേറെ കുറേ ഹോട്ടൽസിൽ 4-5 ഹോട്ടൽസിൽ താമസിക്കുകയുണ്ടായി. അവിടെ നിന്നൊന്നും കിട്ടാത്ത ഒരു തരത്തിലുള്ള ഒരു കുടുംബം പോലെ അവരെന്നെ കരുതി തിരിച്ചങ്ങോട്ടും ആ ഒരു സ്നേഹം ഞാൻ അങ്ങോട്ടും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡോർമെട്രി. ഇവിടെ 5-6 പേർക്ക് കിടക്കാവുന്ന ബെഡ് ഇവർ ഒരുക്കിയിട്ടുണ്ട്. നാട്ടിലെ ഞാൻ പറഞ്ഞല്ലോ 240-230 രൂപ. അത് സമയത്തിനനുസരിച്ചത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ നാട്ടിലെ ഒരു 230 രൂപയ്ക്ക് നമുക്കിവിടെ ഡോർമെട്രിയും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ബാത്റൂമും അതുപോലുള്ള കാര്യങ്ങളും ഇതിനകത്തും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ സോളോ ട്രിപ്പ് വരുന്ന ആളുകളായാലും കേരളത്തിൽ നിന്ന് സോളോ ട്രിപ്പ് വരുന്ന ആളുകളായാലും അവർക്ക് എന്താ പറയുക, ഒരു പേടിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ താമസിക്കാനും പറ്റുന്ന, പേടി കൂടാണ്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഡോർമെട്രിയും ഇതിനകത്തുണ്ട്, ഈ ഒരു ലോഡ്ജിനകത്തുണ്ട്. ഈ ഒരു ഹോട്ടലിൻ്റെ ഏറ്റവും മുകളിലുള്ള റൂഫ് ടോപ്പ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ പറ്റും. അതുപോലെ തന്നെ സൗകര്യമായിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു ചെറിയ റെസ്റ്റോറൻറ്റും ഇതിൻ്റെ മുകളിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. പാട്ടെല്ലാം കേട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ സുഖസൗന്ദര്യമായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് അടിച്ചു പൊളിച്ച് ഫുഡ് കഴിക്കാൻ പറ്റാവുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടി ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട്. നേപ്പാളിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നേപ്പാളിൽ നമുക്ക് ഏതൊരു ചെറിയ കടയിലാണെങ്കിലും മദ്യം അവിടെ അവൈലബിൾ ആണ് എന്ന് വിചാരിച്ചിട്ട് നേപ്പാളിലുള്ള ആളുകളെല്ലാം പാമ്പായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയും ഒരു നേപ്പാളിയും എന്താ പറയുക റോഡ് സൈഡിൽ പാമ്പായിട്ട് കിടക്കുകയോ അങ്ങനെ ഒരു കാഴ്ചയൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. ഇവര് മദ്യം കഴിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ചില സമയത്ത് മദ്യം ആവശ്യമായിട്ട് വരുന്ന ഒരു അവസ്ഥ കൂടി ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവർ 1 പെഗോ 2 പെഗോ ഒക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഒരു രീതിയുള്ള ആഹാര രീതിയുള്ള ആളുകളാണ് നേപ്പാളികൾ. അപ്പോൾ അവർ നമ്മുടെ നാട്ടിലെ പോലെ മദ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ വാരി വലിച്ച് കഴിച്ച് അടിയുണ്ടാക്കുന്ന ടീംസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേപ്പാളിലെ ഏതൊരു ഹോട്ടലിലും നമുക്ക് മദ്യം അവൈലബിൾ ആണ്. ആ ഒരു സംഗതിയും ഞാനിപ്പോൾ ഇവിടെ അറിയിക്കുകയാണ്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ആണ് ഈ ഒരു ഹോട്ടലിലേക്കുള്ള ദൂരം. അപ്പം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. എയർപോർട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 8 കിലോമീറ്റർ ആണ്. അപ്പോൾ എയർപോർട്ടിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഇവിടേക്ക് എത്താനായിട്ട് നമുക്ക് ടാക്സി അവൈലബിൾ ആണ്. 8 കിലോമീറ്റർ ദൂരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സാറാസ് ബാക്ക് പേപ്പേഴ്സ് എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് അധികം ദൂരമില്ല എന്ന് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അപ്പോൾ അതുപോലെ തന്നെ മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം ദൂരം സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ഹോട്ടലാണ് ഈ പറയുന്ന സാറാസ് ബാക്ക് പേപ്പേഴ്സ് എന്ന് പറയുന്ന ഹോട്ടൽ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതിനൊക്കെ വെല്ലുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് കയറുകയാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ആ ഒരു സ്ഥലത്തേക്ക് കയറി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ അത്യാവശ്യം നമുക്ക് വന്നിരിക്കാനും നമുക്ക് കാപ്പിയൊക്കെ കഴിക്കാനുമുള്ള ഒരു സ്പേസ് കൂടി ഇവിടെ ഇവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ശരിക്കും നമ്മൾ അന്തം വിട്ടു പോകുന്ന കാഴ്ചകളാണ് ഇവിടുന്ന് നോക്കാനായിട്ട്, ഇവിടുന്ന് കാണാനായിട്ട് നമുക്ക് പറ്റുക. ഈ ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ പരന്ന് കിടന്നിട്ട് നമുക്ക് വൈകുന്നേരം ഒരു കാപ്പിയോ ഒക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ, ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ ശരിക്കും എല്ലാവിധ സെറ്റപ്പും ഇവിടെ ചെയ്തു തരും. അപ്പോൾ നമ്മളിവിടെ ഒരു കാപ്പിയോ ഫാമിലി ആയിട്ടൊക്കെ കാപ്പി കുടിച്ചിരിക്കുമ്പോൾ ഉള്ള ഒരു വൈബ് എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴാണ് ആ ഒരു വൈബിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഹോട്ടലിൽ പരിചയപ്പെടുത്താൻ കാരണം എനിക്ക് ഇവിടുത്തെ പരിചയം കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു ഹോട്ടലിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ എനിക്കുള്ള ഒരു 20 ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്
പൊള്ളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജീവിതത്തിൽ. ഞാൻ എന്താ പറയുക, ശരിക്കും ഒരു ഹോട്ടലിൽ വന്നിട്ട് അവർ നമ്മളോട് പെരുമാറിയ ഒരു രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയായിരുന്നു. ആ ഒരു രീതി എന്നെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്. Thank you. नमस्ते, मैं सारा हूँ, सारा होटल से। ये काठमांडू में है, फैमिली तरह का होटल है हमको। आप लोग एनी टाइम आ सकते हैं, हम वेलकम करते हैं आप लोगों को। अस्सलाम वालेकुम, आप लोगों को वेलकम है सारा होटल में। आप लोग आ सकते हैं, खाना हलाल मिल जाएगा, आप लोगों को हर तरह खाना मिल जाएगा, इंडियन खाना, नेपाली खाना, हलाल खाना। आप फैमिली होटल है, आप लोग आ सकते हैं, आप लोगों को वेलकम है। थैंक यू। നേപ്പാളിൽ വന്നിട്ട് ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു എന്താ പറയുക ബെറ്റർ ചോയ്സ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ഫുഡാണ് കേട്ടോ. ഇവിടെ ഇവർ നമുക്ക് ഓർഡർ പറയണം, ഇവരുടെ അടുത്ത് മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അവർ തയ്യാറാക്കി തരും. ഈ ഫാമിലി തന്നെയാണ് അത് അവരുടെ റെസ്റ്റോറൻറ്റിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നേപ്പാളി ചോറ്, അതുപോലെ തന്നെ ചിക്കൻ കറി, ചിക്കൻ ചോറ് എന്ന് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഫുഡാണ് ഇവിടെ എനിക്ക് ഏറ്റവും സ്വാദിഷ്ടമായിട്ട് തോന്നിയത്. ആ ഒരു ഫുഡിൻ്റെ എന്താ പറയുക വേറെ എവിടെയും കിട്ടാത്ത ഒരു സ്വാദ് എനിക്ക് തോന്നി. ഇവർ നല്ല രീതിയിൽ പാചകം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു സാറാസ് ഹോട്ടലിലുള്ള ആളുകൾ. അതുകൂടി പറയട്ടെ, എനിക്ക് കിട്ടിയ ആ ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നേരത്തെ കാണിച്ച ആ ചിക്കൻ ചോറ് തന്നെയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഒരു കുടുംബം പോലെ ഇവിടെ 22 ദിവസം എനിക്ക് താമസിക്കാനായിട്ട് പറ്റി. അപ്പോൾ എന്തായാലും നാട്ടിലേക്ക് മടങ്ങുന്നത് മുൻപ് ഈ ഒരു ഹോട്ടലിനെ കുറിച്ചൊരു റിവ്യൂ പോലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നേപ്പാളിലെത്തുന്ന മലയാളികൾ കാണാതെ പോകരുതാത്ത ഒരു ഹോട്ടലാണ് ഇത്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങളൊന്ന് വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം റെൻറ്റ് നമ്മൾ തമിഴിലൊക്കെ താമസിക്കുന്നതിനേക്കാൾ റെൻറ്റ് വളരെ കുറവാണ് ഈ ഒരു ഏരിയയിൽ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നേപ്പാൾ സന്ദർശിക്കുന്ന മലയാളികൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഈ സാറാസ് ബാക്ക് പേപ്പേഴ്സ് എന്ന് പറയുന്ന ഹോട്ടൽ. ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം. ഞാൻ പറഞ്ഞല്ലോ 400 രൂപയ്ക്കാണ്, 420 രൂപ ഞാൻ ഈ ഹോട്ടൽ ഈ ഒരു റൂം താമസിക്കുന്നത്. അടിപൊളി റൂമാണ്. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് AC ഒന്നും ഒരു ആവശ്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ഇവിടെ താമസിക്കാൻ പറ്റിയതിലുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഇതിൻ്റെ ഫ്രണ്ടിലെ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ. നിങ്ങൾ വലിയ വാഹനത്തിന് വരികയാണെങ്കിൽ ഇവിടെ അല്ലാണ്ട് അവരുടെ എന്താ പറയുക നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ അവർ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കി തരുന്നതാണ്. എല്ലാം കൊണ്ടും നമ്മൾ കേരളീയരോട് ഇണങ്ങി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഈ സാറാസ് ഫാമിലി എന്ന് പറയുന്നത്. ഇവരുടെ ആദ്യത്തെ ഗസ്റ്റ്, ഇവർ ഹോട്ടലിൽ താമസിച്ചിട്ട് ആദ്യത്തെ ഗസ്റ്റ് വന്നത് കേരളത്തിൽ നിന്നായിരുന്നു എന്നുള്ള ഓർമ്മ കൂടി അവരെന്നോട് വെളിപ്പെടുത്തി. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാഠ്മണ്ഡുവിൽ വരുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന ഒരു വിശ്വാസത്തോടു കൂടി, അല്ലെങ്കിൽ ഹോട്ടലുകൾ അന്വേഷിച്ച് നടക്കുന്ന കാഠ്മണ്ഡുവിലെത്തുന്ന നമ്മുടെ മലയാളികൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക. കാരണം മറ്റുള്ള ഞാൻ താമസിച്ച മറ്റ് ഹോട്ടലുകളിൽ നിന്ന് എനിക്ക് സത്യസന്ധവും നല്ല അനുഭവമായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്ന് എനിക്കൊരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും